വന്നപ്പോഴാണ് എനിക്ക് മനസ്സിലായത് എൻ്റെ ചിന്താഗതിയോട് കൂടിയിട്ടുള്ള നെറ്റ്വർക്കിങ്ങിന് സാധ്യതയുണ്ട്. കാരണം ബിസിനസ് മോഡൽ ഇനി അങ്ങനെ വർക്ക് ചെയ്യുന്നു. സാറ് പറഞ്ഞത് 100% ശരിയാണ്. ഒരു വിഷയത്തിൽ സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള പീപ്പിൾസിന് ഒരു എക്കോസിസ്റ്റത്തോട് കൂടി നിൽക്കുമ്പോഴാണ് അവർക്കൊരു ഫുൾ പൊട്ടൻഷ്യലോട് കൂടിയിട്ട് ഒരു പ്രൊഡക്റ്റ് കൊണ്ടുവരാൻ പറ്റുള്ളൂ. അതിൽ ഇങ്ങനെയുള്ളൊരു പോസിറ്റീവ് മൈൻഡ് സെറ്റുള്ള ആൾക്കാരെ കിട്ടിയതിൽ തന്നെ വളരെ ഹാപ്പിയാണ് ഞാൻ. അതിന് സാധ്യത ഉണ്ട്. അതെങ്ങനെ എക്സിക്യൂഷൻ എന്നുള്ളത് ഇനി വരും ആഴ്ചകളിലൂടെ ഒന്നുകൂടി ക്ലിയർ ആവും, ക്ലാരിറ്റി ആവും. അപ്പോൾ നമ്മൾ ഒറ്റയ്ക്ക് സ്ട്രഗിൾ ചെയ്യുന്നതിൽ നമുക്ക് ഒരുപാട് സപ്പോർട്ട് ചെയ്യുമ്പോൾ എനിക്ക് കസ്റ്റമറെ ലൂസ് ആവുന്നില്ല. ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും നെറ്റ്വർക്കിലോട്ട് ട്രാൻസ്ഫർ ചെയ്യണം. അതിലൂടെ എന്നിലുള്ള ട്രസ്റ്റും കൂടാണ്, എൻ്റെ പ്രോഫിറ്റബിലിറ്റി കൂടാണ്. അതുകൂടെ ഞാൻ ആ സിസ്റ്റത്തെ സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ ഞാനൊരാളെ സപ്പോർട്ട് ചെയ്യുമ്പോൾ അദ്ദേഹം തീർച്ചയായും എന്നെയും സപ്പോർട്ട് ചെയ്യും. പക്ഷെ ഒരിക്കലും മെഡിക്കൽ ഫെറ്റേണിറ്റിൽ എൻ്റെ ഏകദേശം ഒരു 14 years ആയിട്ട് ഞാൻ കണ്ടിട്ടില്ല. അത് അങ്ങനെ ഒരു സംരംഭം ആവട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. എൻ്റെ പേര് നിസാമുദ്ദീൻ, സൈക്കോളജിസ്റ്റാണ്. കഴിഞ്ഞ 3 വർഷമായിട്ട് പ്രാക്ടീസ് ചെയ്യുന്നു. അപ്പോൾ ഫേസ് ചെയ്തിട്ടുള്ളൊരു പ്രോബ്ലം ഒരുപാട് തവണ നോട്ട് ചെയ്തിട്ടുണ്ട്. നമുക്ക് 1-to-1 ഒരുപാട് കസ്റ്റമേഴ്സ് ഉണ്ട്. 1-to-1 കസ്റ്റമേഴ്സ് ഉണ്ട്, ബട്ട് സ്കെയിൽ ചെയ്യാൻ പറ്റില്ല. കാരണം നമുക്ക് 24 മണിക്കൂറുള്ളൂ. പിന്നെ മാക്സിമം 4, 5, 6 ക്ലയൻസിന് എടുത്താൽ പോലും ഒരു മന്തിൽ പിന്നെ നമ്മൾ സ്കെയിൽ ചെയ്യാൻ പറ്റും. പിന്നെ നമ്മൾ ചിന്തിച്ചതാണ് കോച്ചിങ് മോഡൽ എന്ന് പറയുന്നത്. അത് ഒരുപാട് ആൾക്കാർക്ക് ഒരു തവണ നമുക്ക് ട്രെയിനിങ്ങോ ക്ലാസ്സോ വെബിനാറോ ഒക്കെ ചെയ്യാം. ഇത് രണ്ടും മാത്രമാണ് ഏതൊരാൾ ചിന്തിച്ചെത്തുന്നത്. പക്ഷെ സാറിൻ്റെ ക്ലാസ് കേട്ടതിന് ശേഷം മനസ്സിലായത് ഇത് ഒരു വേറെ ലെവലിലേക്ക് പല ആംഗിളിലും, പിന്നെ ഏറ്റവും അപ്ഡേറ്റഡ് ആയിട്ട് അപ്ഡേറ്റ്സ് പറഞ്ഞാൽ IT റവല്യൂഷൻ എന്ന് പറഞ്ഞാൽ കുറേ വർഷം കൊണ്ട് വന്നൊരു സംഭവമാണ്. എത്രയോ വർഷം കഴിഞ്ഞു. പക്ഷെ പിന്നീട് അങ്ങനെയുള്ള ഓരോ റവല്യൂഷനും ഫേസ്ബുക്ക്, സോഷ്യൽ മീഡിയ ഒക്കെ വരുന്നത് കുറഞ്ഞ ഗ്യാപ്പിലാണ്. അതിനുശേഷം ഇപ്പോൾ വരുന്നത് മണിക്കൂറുകൾ അല്ലെങ്കിൽ ദിവസങ്ങൾ. അപ്പോൾ ഈ ലാസ്റ്റ് ഇപ്പോൾ ഉള്ള ടൈം എന്ന് പറഞ്ഞാൽ ഹബ്ബുകളുടെ കാലമാണ്. ചെറിയ ഒരു എക്സ്പേർട്ടിന് ചുറ്റുമുള്ള ഒരു കമ്മ്യൂണിറ്റി. അപ്പോൾ കമ്മ്യൂണിറ്റി എന്നുള്ള കീവേഡ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അതൊക്കെ ഭയങ്കര പുതിയ കാര്യങ്ങളായിട്ട് തോന്നി സാറിൻ്റെ ക്ലാസ്. പിന്നെ മൊത്തത്തിൽ ഈ ഒരു സംരംഭം 360 എന്ന് പറഞ്ഞതിൽ ഭാഗമാവാൻ ആഗ്രഹമുണ്ട്. ഞാനൊരു 8 വർഷത്തോളമായിട്ട് ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് ആയിട്ട് പ്രാക്ടീസ് ചെയ്ത് വരുന്നു. തിരൂരങ്ങാനിയാണ് പ്രാക്ടീസ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഈ പ്രോഗ്രാമിലേക്ക് വരാനുള്ളൊരു വലിയ റീസൺ എന്നുള്ളത്, ഇപ്പോൾ നമുക്കറിയാം, നമ്മളൊരു സൈക്യാട്രി സെറ്റിങ്ങിൽ വർക്ക് ചെയ്യുമ്പോൾ അത് എപ്പോഴും ഒറ്റയ്ക്ക് ചെയ്യാന്നുള്ളത് പോസിബിൾ അല്ല. ഒരു മൾട്ടി ഡിസിപ്ലിനറി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇങ്ങനത്തെ ഒരു കമ്മ്യൂണിറ്റീൻ്റെ ഭാഗമാവുകയാണെങ്കിൽ കുറച്ചും കൂടെ നന്നായിട്ട് എനിക്ക് കണക്ട് ചെയ്യാൻ പറ്റും. ഇപ്പോൾ നമ്മൾ ഓരോ കേസ് റെഫർ ചെയ്യുമ്പോഴും നമുക്ക് അത്രയും, ചില ആളുകൾ റെഫർ ചെയ്യുമ്പോൾ നമുക്ക് അത്രയും പേഴ്സണലി അവരറിയില്ല, അല്ലെങ്കിൽ അവർ ആ ഒരു ഫീൽഡിൽ എത്രത്തോളം എക്സ്പെർട്ട് ആണ് എന്നുള്ളത് അറിയില്ല. അപ്പം ഇങ്ങനെ ഒരു കമ്മ്യൂണിറ്റിയിൽ വരുമ്പോൾ എന്താണെങ്കിലും നമുക്ക് അത്രയും ഒരു നല്ലൊരു ടീമിനെ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നല്ലതാണല്ലോ. വ്യത്യസ്തമായിട്ടുള്ള ആളുകൾക്ക് ഒരു സ്ഥലത്തേക്ക് എങ്ങനെയെന്നുള്ള ഒരു പോയിന്റ്സ് ഞങ്ങൾ ശ്രദ്ധിച്ചു. അതിൽ സാർ പറഞ്ഞത് ഇൻസ്റ്റാഗ്രാം ഒരു 13 പേർക്കുള്ള ഡീൽ ചെയ്യുന്നു പറയുമ്പോൾ നമുക്ക് വേണ്ടത്, ഞാൻ പറഞ്ഞത് ബേസിക് MBA ആണ്. ഞാൻ ആ സ്ട്രാറ്റജിയിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്ഗ്രേഷൻ വേണ്ടത് ഒരു ഇങ്ങനെ ഒരു നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്ന ഒരു വിങ് ഉണ്ടാകുന്നത്. ഞാനൊരു കേസ് അയക്കുമ്പോൾ ഞാൻ സ്പെസിഫിക് ആയിട്ട് സാറെ വിളിക്കുന്നു, അല്ലെങ്കിൽ ഞാൻ ഇവിടെ തന്നെ SFPT ഞാൻ ഇദ്ദേഹത്തിന് എന്താണ് പഠിച്ചതെന്ന് പറയും. ഞാൻ അങ്ങനെ വളരെ കുറച്ച് ആളുകളെ കണ്ടിട്ടുള്ളൂ. അതായത് ടുഗദർ വി ക്യാൻ മൂവ് എന്ന് പറയുന്നതിൽ, അല്ലെങ്കിൽ കൊളാബറേറ്റ് വിത്ത് സമ്മൺ സ്പെഷ്യലൈസ്ഡ് ഇൻ ദാറ്റ് ഫീൽഡ് എന്നുള്ളത് വരുമ്പോഴാണ്. അപ്പോൾ ആ ഒരു നാച്ചുറൽ ഒന്നിച്ച് വർക്ക് ചെയ്യാൻ താല്പര്യപ്പെടുന്ന ഒരു വിങ് കണ്ടത്. എൻ്റെ പേര് ഷിഫീന ഷൗക്കത്ത്, സൈക്കോളജിസ്റ്റ് ആണ്, സീനിയർ സെക്ഷുവാലിറ്റി എഡ്യൂക്കേറ്റർ ആണ്. ബിസിനസ് മൈൻഡിൽ എപ്പോഴും ഉണ്ടാവാറുണ്ട്. പക്ഷേ എങ്ങനെയായാലും നമുക്ക് ഒറ്റയ്ക്ക് ഉണ്ടാകാൻ പറ്റില്ല. ഇപ്പോഴത്തെ ഈ ഗോളാണല്ലോ, നമ്മൾ പ്രാക്ടീസ് ചെയ്യുമ്പോഴൊക്കെ ഒരുപാട് ആളുകൾ മൈൻഡും ബോഡിയും കണക്റ്റഡ് ആണ്. അപ്പോൾ നമുക്ക് ഒരുപാട് ആളുകളെ റെഫർ ചെയ്യേണ്ടി വരും, സജസ്റ്റ് ചെയ്യേണ്ടി വരും. എല്ലാം കൂടെ ഒന്നിച്ചാലാണ് നമുക്ക് സ്മൂത്തായിട്ട് വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. എല്ലാ കേസും നമ്മൾ തന്നെ ഹാൻഡിൽ ചെയ്യും, അല്ലെങ്കിൽ എല്ലാത്തിനും നമ്മുടെ പരിഹാരം അതെന്തായാലും നടക്കില്ല. അപ്പോൾ പിന്നെ മാത്രമല്ല, നമുക്ക് അപ്ഡേറ്റ് ചെയ്യണം, വളരണം. ഒരു കൂട്ടം പുതിയ ഐഡിയാസ് ഉള്ള ആളുകൾ അപ്ഡേറ്റ് ചെയ്തില്ലെങ്കിൽ നമ്മൾ തോറ്റുപോകും. അപ്പോൾ നമ്മൾക്കൊക്കെ ഇനി അപ്ഡേഷനാണ്. സാർ പറഞ്ഞാൽ നോളജിന് ആർക്കും ആവശ്യമില്ല. നമ്മൾ ബ്രാൻഡ് ബ്രാൻഡിങ് പോലെ. അപ്പോൾ ആ നമ്മൾ ബ്രാൻഡിങ് ആയില്ലെങ്കിൽ നമ്മളാർക്കും വേണ്ട, നമുക്കാണ് അറിയാൻ വേണ്ടത്. അപ്പോൾ എനിക്ക് ആവശ്യമുണ്ട് നിങ്ങൾ, അതുകൊണ്ടാണ് ഞാൻ വന്നത്. ഡോക്ടർ പി അലിക്കുട്ടീസ് ആയുർവേദ മോഡേൺ ഹോസ്പിറ്റലിൻ്റെ വൺ ഓഫ് ദ ഡയറക്ടറാണ്. ഞാൻ മോഡേൺ മെഡിസിനിലും ആയുർവേദത്തിലും ഗ്രാജുവേറ്റഡാണ്. പ്രാക്ടീസും ആ രീതിയിൽ തന്നെ രണ്ട് സിസ്റ്റത്തെയും ഒരേപോലെ സമന്വയിപ്പിച്ച് ചികിത്സിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ വരാൻ പ്രധാന കാരണം, ഞാൻ പലപ്പോഴും സലാം ഡോക്ടറെ IMM മീറ്റുകളൊക്കെ ഇൻഡയറക്റ്റായിട്ടും ഡയറക്റ്റായിട്ടും ഒബ്സർവ് ചെയ്യാറുണ്ട്. ഒരു എനർജറ്റിക് ഡൈനാമിക് പേഴ്സണാലിറ്റി തോന്നിയിട്ടുണ്ട്. മൂപ്പര് കാര്യം പറഞ്ഞതൊക്കെ തോന്നുന്നത് എന്തോ ഒരു സംതിങ് സ്റ്റഫ് ഉണ്ടാവും, പോയി നോക്കാം ഒരു ക്യൂരിയോസിറ്റിയോട് ഒന്നാണ്. ക്ലാസ് കേട്ടപ്പോൾ മനസ്സിലായത്
ഒരു കോമൺ എയിമിന് വേണ്ടി സഹകരിക്കാൻ സന്നദ്ധരായ ഈഗോ ഇല്ലാത്ത ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് ഇല്ലാത്ത ഒരു ഗ്രൂപ്പിനെ ബിൽഡ് ചെയ്യാനാണ് ഇത് എന്നാണ് എനിക്ക് തോന്നുന്നത്. നല്ലൊരു കാര്യമാണ്, അത് നമുക്ക് സാധിക്കട്ടെ. എൻ്റെ പേര് ഡോക്ടർ സഹാൻ സഫാൻ, MBBS ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് മഞ്ചേരിയിൽ. 2 വർഷം ഒരു ക്ലിനിക്കിൽ ഇങ്ങനെ 2-3 ക്ലിനിക്കുകളായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ മനസ്സിലായത് അതൊരു മുന്നോട്ട് പോകാൻ പറ്റുന്നൊരു ഇതല്ല, ക്ലിനിക്കിലൂടെയുള്ള ജീവിതം മുന്നോട്ട് പോകാനില്ല. എന്നൊരു എൻ്റർപ്രണർഷിപ്പ് വേണമെന്നുള്ള ഇത് മനസ്സിലുണ്ട്. സ്പെഷ്യലൈസേഷൻ ചെയ്തതിന് ശേഷം പ്രോപ്പറായിട്ട് പോകുന്നതാണ് പ്ലാൻ. അപ്പോൾ അതിന് മുമ്പ് ഒരു കമ്മ്യൂണിറ്റി അതിന് മുമ്പ് തന്നെ അച്ചീവ് ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ എൻ്റർപ്രണർഷിപ്പിലേക്ക് എൻ്റർ ചെയ്യാമല്ലോ. അതുകൊണ്ട് ഈ ഒരു പ്രോഗ്രാമിൽ ഡെന്റിസ്റ്റാണ്. ഞാനിവിടെ വരാനുണ്ടായ റീസൺ സലാം സാർ തന്നെയാണ്. കാരണം സാറിനെ എനിക്ക് പേഴ്സണലി അറിയാം. സാറ് പറഞ്ഞപ്പോൾ എനിക്ക് മീൻസ് ഒരുപാട് മെൻ്റൽ ഹെൽത്ത് എക്സ്പേർട്സ് ഇവിടെ ഉണ്ട് എന്ന് പറഞ്ഞപ്പോൾ തന്നെ എനിക്കൊരു ക്യൂരിയോസിറ്റി ഉണ്ടായി. ബിക്കോസ് എനിക്ക് കുറച്ച് ഇൻട്രസ്റ്റ് ഉള്ള ഫീൽഡാണ്. അതായത് കൂടുതൽ അറിയാൻ ലൈക്ക് ഐ ബിലീവ് ഫിസിക്കൽ ഹെൽത്തിനോട് ഈക്വൽ അല്ലെങ്കിൽ അതിനേക്കാളും ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട ഒരു പോയിന്റാണ് മെൻ്റൽ ഹെൽത്ത് എന്ന് ബിലീവ് ചെയ്യുന്ന ഒരാളാണ്. മേ ബി ത്രൂ മൈ എക്സ്പീരിയൻസ്, ത്രൂ ലൈഫിലുള്ള എക്സ്പീരിയൻസും ആ ഒരു ഇതുകൊണ്ടായിരിക്കും എന്നെ ആ ഒരു പോയിന്റിൽ എത്തിച്ചത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഐ എം സോ ക്യൂരിയസ്. ഇപ്പോൾ ഇവിടെ വന്നപ്പോൾ ഒരുപാട് മെൻ്റൽ ഹെൽത്ത് എക്സ്പേർട്സിനെ കണ്ടു. അവരുടെ ലൈക്ക് അവരുടെ ഒരു വിഷൻ, അവരുടെ വ്യൂസ് അവർക്ക് കേട്ടപ്പോൾ ലൈക്ക് ഞാൻ എൻ്റെ ഫീൽഡിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാനൊരു എൻ്റർപ്രണർ അല്ല, ബട്ട് ഐ എം ലുക്കിംഗ് ഫോർവേഡ് ഫോർ എൻ എൻ്റർപ്രണർഷിപ്പ്. ലൈക്ക് ഇപ്പം പോസ്റ്റ് ഗ്രാജുവേറ്റ് ഫൈനൽ ഇയർ ആണ്. മേ ബി നെക്സ്റ്റ് ഇയർ ഞാൻ ലൈക്ക് ഈ ഒരു കോമ്പറ്റേറ്റീവ് വേൾഡിലേക്ക് ഇറങ്ങാൻ പോവുകയാണ്. ഐ നോ അത് ഇറ്റ്സ് നോട്ട് ഈസി. അപ്പം എൻ്റെ ഒരു ഫീൽഡിൽ ഇതെങ്ങനെ ഹെൽപ്പ് ചെയ്യുമെന്ന് ഐ റിയലി ഡോണ്ട് നോ. ബട്ട് കുറേ നല്ല ആളുകളുടെ കൂടെ ഒരു എക്സ്ചേഞ്ച് ഓഫ് ഐഡിയാസ് അങ്ങനെ സംതിങ് ഉണ്ടാവും എന്നുള്ളൊരു ബിലീഫ് ഉണ്ട്. ഐ ഡോണ്ട് നോ ഹൗ ടു മൂവ് ഫോർവേഡ്. ഓക്കെ. എന്നും സലാം സാറിന് ഡെയിലി 2-3-4 കോഴ്സ് ഞാൻ ചെയ്യാറുണ്ട്. അപ്പോഴൊക്കെ 360 ഡിഗ്രീനെ കുറിച്ചിട്ടും സാറിൻ്റെ ആശയം ഇങ്ങനെ എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. ഓൾറെഡി എനിക്ക് ചെറിയൊരു കണക്ഷൻ ഉണ്ട്. പിന്നെ കുറച്ചും കൂടെ ഒരു ഓഫ്ലൈനായിട്ട് സാറ് പറഞ്ഞ കുറച്ച് സെഷൻസ് ഉണ്ടല്ലോ, നമ്മുടെ ആശയം അവിടെ ഇങ്ങനെ കിടക്കുന്നുണ്ട്. പക്ഷെ അതിലെ കുറച്ചും കൂടെ ഓരോ ബോക്സിലേക്ക് ഇടാൻ പാകത്തിൽ ഇപ്പോഴാണ് എനിക്കൊരു ഐഡിയ കിട്ടിയത്. അപ്പോൾ അത് കുറച്ചും കൂടെ സ്പാർക്കായി. അപ്പോൾ ഇവിടെ ഇതിലൊരു പാർട്ടായിട്ട് കുറച്ചും കൂടെ എനിക്കിതിൻ്റെ ഒരു നേരത്തെ പറഞ്ഞ എല്ലാവരും പറഞ്ഞ പോലെ ഒരു ഈഗോ ഇല്ലാത്ത കുറേ മനുഷ്യന്മാരുടെ ഒരു സംരംഭമാകുമ്പോൾ എന്തായാലും ആ ഒരു എക്കോസിസ്റ്റം അങ്ങനെ തന്നെയാണല്ലോ. ആർക്കും ഒന്നുമില്ല, എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം സഹായിച്ച് വളരുന്ന പോലെ നമുക്ക് വളരാം. MBBS കഴിഞ്ഞതിന് ശേഷം IIT ഖരഗ്പൂരിൽ നിന്ന് മെഡിക്കൽ ടെക്നോളജി PG കഴിഞ്ഞു. 3 വർഷത്തെ റെഗുലർ PG എഞ്ചിനീയറിംഗ് സൈഡ് ഓഫ് മെഡിസിൻ എന്നൊരു ഭാഗമാണ്. അത് റെഗുലർ PG തന്നെയാണ്, MBBS ക്വാളിഫിക്കേഷൻ ആയിട്ടുള്ള ഗേറ്റ് എക്സാം പോലെ. അതിനുശേഷം സ്റ്റാർട്ടപ്പ് ഉണ്ട്. നമ്മൾ സലാം ഡോക്ടറാണ് എന്നെ ക്ഷണിച്ചത്. സലാം ഡോക്ടർ എൻ്റെ പാർട്ണർ കൂടിയാണ്. നമ്മളൊരു പുതിയൊരു സംരംഭം, ഒരു ഹോളിസ്റ്റിക് ഹെൽത്ത് എന്ന രീതിയിലേക്കുള്ള ഒരു ഗ്ലോബൽ ലെവലിലേക്ക് റീച്ച് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു സംരംഭമാണ് നമ്മൾ ഡിസൈൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നേരത്തെ പറഞ്ഞ പോലെ WHO ഡിഫൈൻ ചെയ്തിരിക്കുന്ന ആ ഒരു ആസ് എ ഹെൽത്ത്, നമ്മളെപ്പോഴും ഒരു ഹോസ്പിറ്റൽസ് എന്ന് പറയുന്ന ഒരു മോഡേൺ മെഡിസിൻ പ്രാക്ടീസ് നമ്മളൊരിക്കലും ഒരു ഹോസ്പിറ്റലിനെ നമ്മൾ സാധാരണ നമ്മൾ മനസ്സിലേക്ക് ഹെൽത്ത് എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലേക്ക് ഓടി ഒരു ഹോസ്പിറ്റൽസ് എന്നായിരുന്നു. പക്ഷേ ഹോസ്പിറ്റലിൽ എന്ന രീതിയിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരിക്കലും ഹോസ്പിറ്റൽസ് ഒരു ഹെൽത്തിൽ നിന്ന് ഡീറെയിൽഡായി പോയാൽ തിരിച്ച് വീണ്ടും ഹെൽത്തി ആ സ്റ്റേറ്റിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ഹോസ്പിറ്റൽസിൻ്റെയും ഡോക്ടേഴ്സിൻ്റെ നമ്മൾ ഡിസൈൻ ചെയ്തിരിക്കുന്നത്, മോഡേൺ മെഡിസിൻ ഡിസൈൻ ചെയ്തിരിക്കുന്ന ആ രീതിയിലാണ്. നമ്മളൊരു നോർമലി ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരാളൊരിക്കലും ഒരു ഹോസ്പിറ്റലിലേക്ക് പോകേണ്ട ആവശ്യമില്ല. വീണ്ടും എന്തെങ്കിലും ഹെൽത്തിന് ഇഷ്യൂസ് വന്നാൽ തിരിച്ച് വീണ്ടും ഇതിലേക്ക് വരിക എന്നുള്ളതാണ് നമ്മൾ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. പക്ഷെ നമ്മളിവിടെ ഡിസൈൻ ചെയ്തിരിക്കുന്നത് പറഞ്ഞാൽ നമ്മളെ ഹെൽത്ത്, നമ്മളെ ആരോഗ്യത്തെ നിലനിർത്താൻ പറ്റുന്ന രീതിയിലേക്കുള്ള ഹോളിസ്റ്റിക് ഹെൽത്ത്, നമ്മൾ WHO ഡിഫൈൻ ചെയ്തിരിക്കുന്ന ആ ഒരു സെൻസേഴ്സ്, നമ്മൾ 10 ആസ്പെക്ട്സ് ഓഫ് ഹെൽത്ത് ആണ്, ഫിസിക്കൽ, മെൻ്റൽ, ഇമോഷണൽ, സോഷ്യൽ എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു പാത്തിലൂടെ നമ്മൾ പോകാൻ പറ്റുന്ന രീതിയിലേക്ക് അത് നമ്മൾ ജനറ്റിക് ലെവലിൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. നമ്മൾ ജനറ്റിക് ലെവലിൽ ഈവൻ ജനറ്റിക്സ്, എപ്പിജനറ്റിക്സ്, മൈക്രോബയോം എന്ന രീതിയിലേക്ക് നമ്മൾ ഇതെല്ലാം ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ട് നമ്മൾ സൈക്കോളജി, സൈക്കാട്രി ഇതെല്ലാം ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ടുള്ള ഒരു പ്രൊജക്റ്റ് എന്ന രീതിയിലാണ് നമ്മൾ ബേസിക്കലി നമ്മൾ ഇതിനെല്ലാം ഒരു AI ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ബേസ് ചെയ്തിട്ടുള്ള ഒരു മോഡലാണ് ഡിസൈൻ ചെയ്യുന്നത്. നമ്മൾ ഫുൾ ജനറ്റിക്സിൻ്റെ മൊത്തം ഡാറ്റ അനലൈസ് ചെയ്തിട്ട് അതിനനുസരിച്ചിട്ട് നമ്മൾ മെറ്റബോളിസം ഒപ്റ്റിമൈസേഷൻ എന്ന രീതിയിലേക്ക് കുറച്ച് ഡീപ്പറായിട്ട് പോകുന്ന രീതിയിലേക്കാണ് നമ്മൾ ഓരോ ക്ലിനിക്സ് പ്ലസ് ഓൺലൈൻ പ്ലസ് ഓഫ്ലൈൻ എന്ന രീതിയിലേക്ക് നമ്മൾ സെൻറ്റേഴ്സ് ഡിസൈൻ ചെയ്തിട്ടാണ് നമ്മൾ പോകുന്നത്. സലാം ഡോക്ടർ നമ്മൾ അതിൻ്റെ ഒരു
അപ്പോൾ ഈവൻ ബേസ് നമ്മൾ ഓൾമോസ്റ്റ് സെറ്റ് ആക്കിയിട്ട് കഴിഞ്ഞാൽ അതിങ്ങനെ കുറച്ചുകൂടി ഇങ്ങനെ അപ്ഗ്രേഡ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുന്ന ആ ഒരു അവസ്ഥയാണ്. ഞാൻ ഡോക്ടർ അബ്ദുൽ ലത്തീഫ് റേഡിയോളജിസ്റ്റ് ആയിരുന്നു. അപ്പോൾ ഞാൻ ബേസിക്കലി അൾട്രാസൗണ്ടിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ഒരു സ്കില്ല് ഒരു വേറെ ഒരു ഡോക്ടർ റെഫർ ചെയ്ത് കഴിഞ്ഞാൽ ഉണ്ടാവുള്ളൂ. അപ്പോൾ ആസ് എ കമ്മ്യൂണിറ്റി വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് ഒരു ഡയറക്റ്റ് പേഷ്യൻ്റ് ഇത് ഹെൽത്ത് ചെക്കപ്പിന് മാത്രമേ വരാറുള്ളൂ. ഇത് നമ്മുടെ ഒരു സ്കില്ല് ഡോക്ടർക്ക് അറിഞ്ഞു കഴിഞ്ഞാൽ മാത്രമേ നല്ല റിപ്പോർട്ടാണെന്ന് അറിഞ്ഞാൽ മാത്രമേ അവർ കിട്ടുള്ളൂ. കമ്മ്യൂണിറ്റി പോലെ വർക്ക് ചെയ്യാൻ ഞാൻ എക്കോ സിസ്റ്റം ഭാഗമാകും.